നൂഡിൽസ് കുട്ടികൾക്ക് വലിയ ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിലും അത് സ്ഥിരമായി നൽകുന്നത് അവരുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതിലെ ചേരുവകളും പോഷകക്കുറവുമാണ് പ്രധാന പ്രശ്നം. നൂഡിൽസ് അധികമായി കഴിക്കുന്നത് വഴി കുട്ടികൾക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന ബുദ്ധിമുട്ടുകൾ: 1. പോഷകാഹാരക്കുറവ്. മിക്ക നൂഡിൽസുകളും മൈദ, റിഫൈൻഡ് ഫ്ലവർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ നാരുകളോ ഫൈബർ വിറ്റാമിനുകളോ ധാതുക്കളോ അടങ്ങിയിട്ടില്ല. ഇത് വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുമെങ്കിലും ശരീരത്തിനാവശ്യമായ ഊർജമോ വളർച്ചയ്ക്ക് വേണ്ട പോഷകങ്ങളോ നൽകുന്നില്ല. 2. ദഹനപ്രശ്നങ്ങൾ. മൈദ കൊണ്ടുണ്ടാക്കിയ നൂഡിൽസ് ദഹിക്കാൻ പ്രയാസമാണ്. ഇത് കുട്ടികളിൽ മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാൻ കാരണമാകും. കൂടാതെ കുടലിൻ്റെ ആരോഗ്യത്തെ ഇത് മോശമായി ബാധിക്കാം. 3. രാസവസ്തുക്കളുടെ സാന്നിധ്യം. അജിനോമോട്ടോ, MSG, രുചി കൂട്ടാനായി ചേർക്കുന്ന മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ചില കുട്ടികളിൽ തലവേദന, അസ്വസ്ഥത എന്നിവയ്ക്ക് കാരണമാകാറുണ്ട്. പ്രിസർവേറ്റീവുകൾ. നൂഡിൽസ് കേടുവരാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കൾ. ഉദാഹരണത്തിന് TBHQ ദീർഘകാലാടിസ്ഥാനത്തിൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. 4. അമിതഭാരവും പൊണ്ണത്തടിയും. നൂഡിൽസിലെ ഉയർന്ന അളവിലുള്ള അന്നജവും കാർബോഹൈഡ്രേറ്റ്സ് കൊഴുപ്പും കുട്ടികളിൽ അമിതവണ്ണമുണ്ടാക്കാൻ കാരണമാകുന്നു. ഇത് ചെറുപ്പത്തിൽ തന്നെ പ്രമേഹം പോലുള്ള അസുഖങ്ങളിലേക്ക് നയിച്ചേക്കാം. 5. ഉപ്പിൻ്റെ അമിത അളവ്. നൂഡിൽസ് മസാല പാക്കറ്റുകളിൽ വലിയ അളവിൽ സോഡിയം, ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ വൃക്കകളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യും. എങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താം? പൂർണ്ണമായും ഒഴിവാക്കാൻ പ്രയാസമാണെങ്കിൽ ഗോതമ്പ് നൂഡിൽസ്. മൈദയ്ക്ക് പകരം ഗോതമ്പ്, ഹോൾ വീറ്റ് അല്ലെങ്കിൽ മില്ലറ്റ് നൂഡിൽസ് തിരഞ്ഞെടുക്കുക. പച്ചക്കറികൾ ചേർക്കുക. ക്യാരറ്റ്, ബീൻസ്, പീസ്, ചീര എന്നിവ ധാരാളമായി ചേർത്ത് പോഷകഗുണം കൂട്ടുക. മുട്ടയോ ചിക്കനോ ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ ലഭിക്കാനായി ഇവ ചേർക്കാവുന്നതാണ്. മസാല കുറയ്ക്കുക. പാക്കറ്റിലെ മസാലയ്ക്ക് പകരം വീട്ടിലുണ്ടാക്കിയ മസാലപ്പൊടികൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ നൽകുന്നതിൽ കുഴപ്പമില്ലെങ്കിലും ഇതൊരു സ്ഥിരം ഭക്ഷണമാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നൂഡിൽസ് കുട്ടികൾക്ക് ദോഷകരമാകുന്നത് പ്രധാനമായും 3 ഘടകങ്ങൾ മൂലമാണ്. അതിൻ്റെ ചേരുവകൾ, നിർമ്മാണ രീതി, പിന്നെ അതിലെ പോഷകമില്ലായ്മ. വിശദമായ കാരണങ്ങൾ താഴെ നൽകുന്നു. 1. എംപ്റ്റി കാലറീസ്. നൂഡിൽസിനെ ഒരു എംപ്റ്റി കലോറി ഭക്ഷണം എന്ന് വിളിക്കാം. അതായത് ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ, വിറ്റാമിനുകൾ, കാൽസ്യം, സിങ്ക് തുടങ്ങിയ ഒന്നും ഇതിലില്ല. വെറും അന്നജം, കാർബോഹൈഡ്രേറ്റ്സ് മാത്രമാണ് ഇതിലുള്ളത്. ഇത് കഴിക്കുന്ന കുട്ടികൾക്ക് താൽക്കാലികമായി വയർ നിറഞ്ഞതായി തോന്നും, പക്ഷേ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ശരിയായ പോഷണം ലഭിക്കില്ല. ഇത് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി കുറയാൻ കാരണമാകും. 2. മെറ്റബോളിക് സിൻഡ്രോം. നൂഡിൽസ് സ്ഥിരമായി കഴിക്കുന്നത് കുട്ടികളുടെ മെറ്റബോളിസത്തെ, ദഹന പ്രക്രിയയെ ബാധിക്കും. ഇൻസുലിൻ വ്യതിയാനം. നൂഡിൽസ് പെട്ടെന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് ഭാവിയിൽ പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കും. കൊഴുപ്പ്. ഇതിലെ ട്രാൻസ്ഫാറ്റ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കൂട്ടാനും ഹൃദയാരോഗ്യത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. 3. വാക്സ് കോട്ടിംഗ്. പല ഇൻസ്റ്റന്റ് നൂഡിൽസുകളും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരുതരം മെഴുക് വാക്സ് പാളികൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ടാകും. ഇത് കുട്ടികളുടെ വയറ്റിലെത്തിയാൽ ദഹിക്കാൻ ഏകദേശം 2 മുതൽ 3 വരെ ദിവസങ്ങൾ വരെ എടുത്തേക്കാം. ഇത് ദഹനവ്യവസ്ഥയെ തകരാറിലാക്കുകയും വയറുവേദന, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. 4. മസ്തിഷ്ക വികാസത്തെ ബാധിക്കുന്നു. നൂഡിൽസിലെ രുചി വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന MSG, മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് പോലുള്ള രാസവസ്തുക്കൾ ഒരു എക്സൈറ്റോടോക്സിനായി പ്രവർത്തിക്കാം. ഇത് കുട്ടികളുടെ തലച്ചോറിലെ കോശങ്ങളെ അമിതമായി ഉത്തേജിപ്പിക്കുകയും ശ്രദ്ധക്കുറവ്, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, അമിതമായ ദേഷ്യം, തലവേദന എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. 5. BPA കപ്പ് നൂഡിൽസ് ആണെങ്കിൽ. നിങ്ങൾ പാക്കറ്റ് നൂഡിൽസിന് പകരം കപ്പ് നൂഡിൽസാണ് നൽകുന്നതെങ്കിൽ അത് കൂടുതൽ അപകടകരമാണ്. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ആ കപ്പിലെ പ്ലാസ്റ്റിക് അംശങ്ങൾ ബിസ്ഫെനോൾ A ഭക്ഷണത്തിൽ കലരാൻ സാധ്യതയുണ്ട്. ഇത് കുട്ടികളുടെ ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് കാരണമാകും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ: പ്രശ്നം, കാരണം, ഫലം. വിളർച്ച, അയൺ, പ്രോട്ടീൻ എന്നിവയുടെ കുറവ്. കുട്ടികൾ എളുപ്പത്തിൽ തളരുന്നു. അമിതവണ്ണം, മൈദയും കൊഴുപ്പും. പ്രായത്തിന് അനുസരിച്ചല്ലാത്ത തടി. വൃക്ക പ്രശ്നങ്ങൾ, അമിതമായ ഉപ്പ്, സോഡിയം. ശരീരത്തിൽ നീര്, കിഡ്നി ജോലിഭാരം. ഒരു ഉപദേശം: പൂർണ്ണമായും നിർത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നൽകുക. നൂഡിൽസ് വേവിക്കുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം പുതിയ വെള്ളമൊഴിച്ച് പച്ചക്കറികൾ ചേർത്ത് പാകം ചെയ്യുന്നത് ദോഷഫലങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. നൂഡിൽസിനു പകരമായി കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന രുചികരവും ആരോഗ്യപ്രദവുമായ ചില നാടൻ ലഘുഭക്ഷണങ്ങൾ. ഇവ പോഷകസമൃദ്ധവും കുട്ടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതുമാണ്. 1.
ഗോതമ്പ് റാഗി നൂഡിൽസ് വീട്ടിലുണ്ടാക്കിയത്. കടയിൽ നിന്ന് വാങ്ങുന്ന മൈദ നൂഡിൽസിന് പകരം വീട്ടിൽ തന്നെ ഇടിയപ്പത്തിന്റെ അച്ചിൽ ഗോതമ്പ് മാവോ റാഗി പൊടിയോ ഉപയോഗിച്ച് നൂഡിൽസ് ഉണ്ടാക്കാം. ഗുണം: നാരുകൾ, ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നു, ദഹനം എളുപ്പമാക്കുന്നു. രുചി കൂട്ടാൻ ഇതിൽ ധാരാളം ക്യാരറ്റ്, ബീൻസ്, മുട്ട എന്നിവ ചേർത്ത് ഫ്രൈഡ് നൂഡിൽസ് പോലെ ആക്കി നൽകാം. 2. അവൽ നനച്ചത് ബൈ അവൽ വിളയിച്ചത്. അവൽ, പ്രത്യേകിച്ച് ചുവന്ന അവൽ, കുട്ടികൾക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച ഭക്ഷണമാണ്. തയ്യാറാക്കുന്ന വിധം: അവൽ കഴുകി വൃത്തിയാക്കി അതിൽ തേങ്ങ ചിരവിയതും ശർക്കരയും പഴവും ചേർത്ത് നൽകാം. ഗുണം: ഇരുമ്പ്, അയറൺ, സത്തുക്കളാൽ സമ്പന്നമാണ്. വിളർച്ച തടയാൻ സഹായിക്കും. 3. മില്ലറ്റ്, ചാമ, തിന, ഉപ്പുമാവ്. ഇൻസ്റ്റന്റ് നൂഡിൽസിന്റെ അതേ രൂപത്തിൽ പച്ചക്കറികൾ ചേർത്ത് ഉപ്പുമാവുണ്ടാക്കാം. ഗുണം: ധാതുക്കളും വിറ്റാമിനുകളും ധാരാളമുണ്ട്. ഇത് കുട്ടികൾക്ക് ദീർഘനേരം ഊർജം നൽകും. 4. ഏത്തപ്പഴം പുഴുങ്ങിയത്, കായ വറുത്തത്. നേന്ത്രപ്പഴം പുഴുങ്ങിയതോ നെയ്യിൽ വാട്ടിയതോ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഗുണം: പൊട്ടാസ്യം, വിറ്റാമിൻ എ എന്നിവ ധാരാളമുണ്ട്. ശരീരഭാരം ആരോഗ്യകരമായി വർദ്ധിക്കാൻ ഇത് സഹായിക്കും. 5. മുട്ട പുഴുങ്ങിയത് അല്ലെങ്കിൽ ഓംലെറ്റ്. നൂഡിൽസിന് പകരം ഒരു മുട്ട പുഴുങ്ങിയത് നൽകുന്നത് വിശപ്പ് മാറാനും പ്രോട്ടീൻ ലഭിക്കാനും സഹായിക്കും. ഓംലെറ്റിൽ ചെറിയ ഉള്ളിയും പച്ചക്കറികളും ചേർത്താൽ കൂടുതൽ രുചികരമാകും. 6. ചെറുപയർ കടല പുഴുങ്ങിയത്. ചെറുപയർ പുഴുങ്ങി അതിൽ തേങ്ങയും അല്പം ശർക്കരയോ ഉപ്പോ ചേർത്ത് നൽകാം. ഗുണം: കുട്ടികളുടെ പേശി വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ ഇതിൽ നിന്ന് ലഭിക്കും. 7. ഹോംമെയ്ഡ് പാസ്ത. മൈദയില്ലാത്ത ഹോൾ വീറ്റ് പാസ്ത വാങ്ങി വീട്ടിൽ തന്നെ വെജിറ്റബിൾസ് ചേർത്ത് തയ്യാറാക്കാം. പുറത്തുനിന്നുള്ള സോസുകൾക്ക് പകരം തക്കാളി അരച്ച് ചേർത്താൽ കൂടുതൽ ആരോഗ്യകരമാകും. ഒരു ചെറിയ ടിപ്പ്: കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ രൂപവും നിറവുമാണ് ആകർഷകമായി തോന്നുക. അതിനാൽ ഏത് ഭക്ഷണമുണ്ടാക്കുമ്പോഴും അതിൽ നിറമുള്ള പച്ചക്കറികൾ, ക്യാരറ്റ്, സ്വീറ്റ് കോൺ ചേർത്ത് ഭംഗിയായി വിളമ്പാൻ ശ്രദ്ധിക്കുക. കൊഴുക്കട്ട, മധുരമുള്ളത് അല്ലെങ്കിൽ ഉപ്പുള്ളത്. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന കൊഴുക്കട്ട കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. മധുരമുള്ളത്, ഇതിനുള്ളിൽ തേങ്ങയും ശർക്കരയും ചേർക്കുന്നത് വഴി അയൺ ലഭിക്കുന്നു. ഉപ്പുള്ളത് അമൃതം പൊടി കൊണ്ടും ഉണ്ടാക്കാം. ചെറിയ ഉള്ളിയും തേങ്ങയും ചേർത്ത് ആവിയിൽ വേവിച്ചെടുക്കാം. ഗുണം: എണ്ണ ഒട്ടും ചേർക്കാത്തതിനാൽ ദഹനത്തിന് വളരെ നല്ലതാണ്. 2. സുഗിയൻ, ചെറുപയർ പുഴുങ്ങി ശർക്കരയും തേങ്ങയും ചേർത്ത് ഉരുളകളാക്കി മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. ഗുണം: പ്രോട്ടീന്റെ കലവറയാണിത്. വൈകുന്നേരം ചായയോടൊപ്പം നൽകാൻ മികച്ചതാണ്. 3. അട, ഇലയട. പച്ചരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ വാഴയിലയിൽ പരത്തി അതിനുള്ളിൽ ചക്കയോ നേന്ത്രപ്പഴമോ തേങ്ങയോ വെച്ച് പുഴുങ്ങിയെടുക്കാം. ഗുണം: വാഴയിലയിൽ വേവിക്കുന്നതിനാൽ ആ ഇലയുടെ ഗുണങ്ങളും പ്രത്യേക മണവും ഭക്ഷണത്തിന് ലഭിക്കുന്നു. യാതൊരുവിധ രാസവസ്തുക്കളും ഇതിലില്ല. 4. മധുരക്കിഴങ്ങ് പുഴുങ്ങിയത്. മധുരക്കിഴങ്ങ് പുഴുങ്ങി തേങ്ങ ചിരവിയതിനൊപ്പം നൽകാം. ഗുണം: ഇതിൽ ധാരാളം നാരുകളും ഫൈബർ, വിറ്റാമിൻ എയും അടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ കാഴ്ചശക്തിക്കും ചർമ്മത്തിനും ഇത് വളരെ നല്ലതാണ്. 5. റാഗി മന്ന, റാഗി ഹൽവ, പോറിജ്. റാഗി പാലെടുത്ത് ശർക്കര ചേർത്ത് കുറുക്കിയുണ്ടാക്കുന്ന വിഭവം. ഗുണം: കുട്ടികളുടെ അസ്ഥികളുടെ ബോൺസ് വളർച്ചയ്ക്ക് ആവശ്യമായ കാൽസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയ ഭക്ഷണമാണിത്. 6. പോറി, പഫ്ഡ് റൈസ്, ഉപ്പുമാവ്. നൂഡിൽസ് പോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. മലർ, അരിപ്പൊരി. അല്പം വെള്ളം തളിച്ച് നനച്ച് പച്ചക്കറികളും കപ്പലണ്ടിയും ചേർത്ത് താളിച്ചെടുക്കാം. ഗുണം: വളരെ ലഘുവായ ഭക്ഷണമായതിനാൽ വയറിന് അസ്വസ്ഥതയുണ്ടാക്കില്ല. 7. കപ്പലണ്ടി മിഠായി, എള്ളുണ്ട. കടകളിൽ നിന്ന് കിട്ടുന്ന കളർ ചേർത്ത മിഠായികൾക്ക് പകരം കപ്പലണ്ടി മിഠായിയോ എള്ളുണ്ടയോ നൽകാം. ഗുണം: കപ്പലണ്ടിയിലെ പ്രോട്ടീനും ശർക്കരയിലെ അയണും എള്ളിലെ കാൽസ്യവും കുട്ടികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാൻ ചില ചെറിയ കാര്യങ്ങൾ. നിറങ്ങൾ: പച്ചക്കറികൾ, ക്യാരറ്റ്, ബീട്രൂട്ട്. അരച്ചു ചേർത്ത് ചപ്പാത്തിയോ ദോശയോ ഉണ്ടാക്കിയാൽ അത് ആകർഷകമാകും. ഉദാഹരണത്തിന് പിങ്ക് ചപ്പാത്തി. എണ്ണ കുറയ്ക്കുക. വറുത്ത ഭക്ഷണത്തിന് പകരം ആവിയിൽ വേവിച്ച ഭക്ഷണത്തിന് മുൻഗണന നൽകുക. ശർക്കര ഉപയോഗിക്കുക. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ശീലമാക്കുക.